ഒന്ന് പറഞ്ഞേ. അതെ അതെ, അതൊന്ന് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ആ വിഷയത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, 3-ാമത്തെ എപ്പിസോഡ്. അപ്പോൾ പറഞ്ഞത് ശരിയാ, അച്ചു പറഞ്ഞത് ശരിയാ, അത് ശരി. അത് ഓക്കെ. പിന്നെ അടുത്തത് എന്തൊക്കെയായിരുന്നു? കൂട്ടായ്മ മരിച്ചു. പ്രവൃത്തി 2:42 അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ മരിച്ചു, അപ്പം നുറുക്കി. നമുക്ക് മറ്റത് 3 ഉണ്ട്. അപ്പം നുറുക്കലുണ്ട്, പ്രാർത്ഥന കഴിക്കലുണ്ട്, കൂട്ടായ്മ ഇരിക്കലുണ്ട്. ആദ്യത്തത് അവിടെ എന്ത് കയറി വന്നു? സങ്കീർത്തനം കയറി വന്നു. അവിടെ മ്യൂസിക്, നമ്മുടെ ക്യാപ്റ്റൻ ശമ്പൽ പറഞ്ഞല്ലേ, സംഗീത നിശ. ഞാൻ നന്നായിട്ട് പാടുന്ന ആളാണ്, ചോദിച്ചോണ്ട്. കരയൊക്കെ പാടുന്ന ആളാണ്, കരയൊക്കെ ഇട്ട് പാടിക്കാൻ. ഞാൻ പാട്ട് കേട്ട് അറിയത്തില്ല, അതുപോലെ സാമാന്യം നന്നായിട്ട് പാടാം. എനിക്ക് ടാലൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറൊക്കെ ഈ സംഗീതമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. പാട്ടിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ സംഗീത നിശയായി മാറി. ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിൽ ഒരു സഹോദരൻ പറയുക, കർത്താവ് എനിക്കൊരു പാട്ട് തന്നിരിക്കുക. ഓക്കെ, നമുക്ക് പാടാമെന്ന് പറയും. പാടി 3.5 മണിക്കൂർ ആ പാട്ട് പാട്ട് താപയോഗം അങ്ങ് തീർന്നു. അപ്പോൾ എന്തിനാണാവോ ഇതൊക്കെ? ഈ ഉപദേശം എന്തിനാന്ന്? ആ കർത്താവ് ശിഷ്യന്മാരങ്ങനെയാണോ ചെയ്തത്? എവിടെയെങ്കിലും ഏതെങ്കിലും സഭകളിൽ ഒരു മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നോ? നമ്മളിതെല്ലാം കൂടി തട്ടിക്കൂട്ടി എടുത്ത് വെച്ചിട്ടില്ലേ? ഒരാൾ ഡ്രമ്മ്, ഒരാൾ ഗിറ്റാറ്, വർഷിപ്പ് ലീഡിങ്. ഞാൻ എനിക്ക് പറയും, സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഇനി പറയുന്നത്. ഒരു വർഷിപ്പ് ലീഡർ, എൻ്റെ കൂട്ടുകാരൻ പാസ്റ്റർ ആൻ്റണി ഇവിടെ ഉണ്ടായിരുന്നു. ആ പാസ്റ്ററിൻ്റെ മോൻ്റെ പേരറിയാമോ? ഈ ആക്സിഡൻ്റൊക്കെ വന്ന് ഈ ഇടയ്ക്ക് എന്നെ രക്ഷപ്പെട്ടു. ജൂഡ എന്തുണ്ട് ആ പേര്. എന്നോടൊരു സഹോദരൻ പറയുക, പാസ്റ്ററെ ഒരു കാര്യം അറിഞ്ഞോ? ഇല്ല, ആൻ്റണി പാസ്റ്ററിൻ്റെ മോൻ വർഷിപ്പ് ലീഡറാണ്. നമ്മൾ അതെയോ, കൊള്ളാം, നല്ല കാര്യം നടക്കട്ടെ. പിന്നെ നമ്മളിപ്പോൾ വിചാരിച്ച് ചെയ്തുവല്ലോ നടക്കുക. അവൻ്റെ റേറ്റ് എത്രയാണെന്നറിയോ? 1 lakh rupees. 3 ദിവസത്തെ കൺവെൻഷന് വന്നിട്ട് ഇവൻ അവിടെ കിടന്ന് കുറേ ബഹളമൊക്കെ വെച്ച്, കുറേ ചാട്ടമൊക്കെ ചാടി, മൈക്കൊക്കെ വലിച്ചു പറിച്ച്, കുറേ സാഹസങ്ങളൊക്കെ കാട്ടിക്കൂട്ടി 3 ദിവസം ആൾക്കാരെല്ലാം ആനന്ദത്തിൽ ആറാടിച്ച് പോകും. 1 ലക്ഷം രൂപ കൊടുക്കണം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വേറെ. പത്രോസിൻ്റെ കൂടെ എത്ര മ്യൂസിക് ട്രൂപ്പ് ഉണ്ടായിരുന്നു? ഇവിടെ സംഗീതം പഠിച്ചവനാണ് ഞാൻ, വെസ്റ്റേൺ മ്യൂസിക് പഠിച്ച ആളാണ് ഞാൻ. ഐ എം എ ഗിറ്റാറിസ്റ്റ്, ഐ എം എ സിംഗർ. ഒരു ചെറിയ അളവിൽ ഞാൻ നോക്കിയിട്ട് ഇവിടെ എങ്ങും ഇത് കണ്ടില്ല. അല്ല, നമ്മളൊരു പഴയ പാട്ടൊക്കെ എടുത്ത് പാവനമം പട്ടണത്തിൽ ആര് കടന്നിടും, അത് നമ്മുടെ പ്രത്യാശ നമ്മൾ പാടിയിട്ട് നമ്മൾ 15 ധ്യാനിക്കുകയാണ് ചെയ്തത്. ഒരു പഴയ പാട്ടൊക്കെ എടുത്ത്, അർത്ഥസമ്പുഷ്ടമായ ഒരു പാട്ടൊക്കെ എടുത്ത് പാടുന്നതിലും ഒരു വിരോധവുമില്ല, പാടിക്കോ. പക്ഷേ ഇതിപ്പോൾ സംഗീത നിശ ഒരു ട്രൂപ്പായി മാറിയിരിക്കുക. സംഗീത നിശ ഒരു പാട്ടിൽ, ഞാൻ ചോദിക്കട്ടെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൽ ഒരു മ്യൂസിക് ട്രിപ്പ് ഉണ്ടായിരുന്നു? പറഞ്ഞോ പെട്ടെന്ന് പറഞ്ഞോ. കറക്റ്റ്, 100 മാർക്ക്. മിരിയം മ്യൂസിക് ട്രൂപ്പാണ്. മറ്റെന്താ ടാമ്പറിനാ കപ്പൊക്കെ എടുത്ത് നൃത്തമൊക്കെ ചെയ്താൽ പാടി. ഇപ്പോഴത്തെ ഉള്ളവർ നൃത്തം ചെയ്യുന്നുണ്ട് കേട്ടോ, വേറെ നൃത്തമാണ്, വേറെ ആത്മാവിലുമാണ്. പക്ഷേ ഈ പുള്ളിക്കാരി നൃത്തമൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടിയിട്ട് അവിടെ എന്താ ചെയ്ത്, എവിടെ പോയല്ല? എബ്രായ ലേഖനത്തിൽ പൗലോസിനോട് ചോദിക്കും, എവിടെ പോയല്ല? അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവർ മരുഭൂമിയിൽ പട്ടു. ഈ കഴിഞ്ഞ ദിവസം ഈ സഹോദരനെ വിളിച്ച് പറയുക, നിങ്ങൾ എത്രയാണ് പറഞ്ഞ ക്വാണ്ടിറ്റി? 38 ലക്ഷം എന്നാണ്. 36 ലക്ഷം. ഞാൻ അത്രയും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ 25-30 ലക്ഷം എന്നൊക്കെ പറയുന്നുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ പഠിച്ച് പറയുന്നതായിരിക്കും. ആയിരിക്കും, 36 കുട്ടികളെല്ലാം കൂടി ചേർന്ന് കാണുമായിരിക്കാം. 36 ലക്ഷത്തിനെ മരുഭൂമി കൊണ്ടിട്ട് കൊന്നു കളഞ്ഞത് ഈ പറഞ്ഞ പുള്ളി അവിടെ ഇരിക്കണേ. എവിടെ ഇരിപ്പുണ്ട്? ഇല്ലെന്ന് പറയാം, പുള്ളിയാണ് പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് സന്തോഷം തോന്നി. കാരണം അത്രയെങ്കിലും ഒരു ഉത്ബോധം പുള്ളിക്ക് വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നോഹയുടെ കാലത്തേക്കും പറഞ്ഞ്, കൃപയാൽ 8 പേരെ പെട്ടകത്തിൽ കൂടി രക്ഷപ്പെട്ടു, ബാക്കി എല്ലാത്തിനെയും അവിടെയും കൊണ്ടിട്ട് കൊന്നു കളഞ്ഞെന്ന് ഈ പുള്ളിയാർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. കാരണം കൊന്നത് കൊണ്ടല്ല സന്തോഷം, ആ ഒരു തിരിച്ചറിവ്, ആ വചനത്തിലൂടെയുള്ളൊരു തിരിച്ചറിവുണ്ടായി. നമ്മൾ ആൾ കൂടുന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഞാൻ കുറേ സർക്കസൊക്കെ കാണിച്ച് ഒരു ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞ് കുറേ നോട്ടീസൊക്കെ അടിച്ചിറക്കിയ ഇവിടെ എങ്ങും ഇരിക്കാൻ ആൾ കാണത്തില്ല. നൂലപ്പം വാങ്ങി എൻ്റെ ഊപ്പാട് വരും. കാരണം എല്ലാവർക്കും കൊടുക്കണ്ടേ? സ്തോത്രം. അതിലൊന്നും കഥയില്ല പ്രിയമുള്ളവരെ. സ്തോത്രം. നമ്മൾ കൂടി വരുന്നവർ കുറച്ച് പേരാണെങ്കിലും വചനത്തിൻ്റെ ആത്മീക സത്യങ്ങൾ സസൂക്ഷ്മമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതിൽ പരം വേറൊന്നും നമുക്ക് ഇല്ല ദൈവമക്കളെ.
ഒരു മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊന്നും നമുക്കിവിടെ നേടാനില്ല. അതുകൊണ്ടാണ് മറിയോട് കർത്താവ് ശ്ലാഘിച്ച് പറഞ്ഞത്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. ഇല്ല, ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണ് ഈ നല്ല അംശം? ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു, അതനുസരിച്ചു കൊണ്ടിരുന്നു, ആ വചനത്തിനനുസരിച്ച് സമർപ്പിച്ചു കൊണ്ടിരുന്നു. അതാണ് നല്ല അംശം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒന്നും നല്ല അംശങ്ങളല്ല. വലിയ വലിയ വീടും വലിയ വലിയ കാറും വലിയ വലിയ സംവിധാനങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ഇതൊന്നും നല്ല അംശമല്ല. വചനം കേട്ട് അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നെങ്കിൽ അവനാണ് ഭാഗ്യവാൻ, അവനാണ് ഏറ്റവും നല്ല അംശം തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഈ വചനത്തിലേക്ക് കൊണ്ടുവന്ന് സ്വത്രം ഉപസംഹരിക്കാനായിട്ടൊരു ശ്രമം നടത്തട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് വരാം. കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. സ്വത്രം എബ്രായ ലേഖനം 2-ന്റെ 1-ാം വാക്യത്തിൽ 1 മുതൽ വായിക്കാം. വായിച്ചാട്ടെ. 1 മുതൽ വായിച്ചു. എപ്പോഴും ഒഴുകി, വല്ലപ്പോഴും വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ. അപ്പോൾ കേട്ടത് ശ്രദ്ധയോടെ കരുതണം. വചനം കേട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ബാംഗ്ലൂരൊക്കെ പോകുന്ന, സാധാരണ പറയുന്ന ബാംഗ്ലൂരൊക്കെ പോകുന്ന നമ്മുടെ ലോകപ്രകാരമുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ കയ്യിലൊരു ഫോണുണ്ട്. എത്ര GB സ്റ്റോറേജ് ആണെന്ന് എനിക്കറിയത്തില്ല, 300-400 കാണുമെന്നാണ് പറയണത്. ഇത് മുഴുവൻ കുറേ വൃത്തികേടുകളെല്ലാം കൂടി അവർ അത് ഫുള്ള് പേസ്റ്റ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അത് അവർ സംഗ്രഹിച്ച് ആ ഫോണിലോട്ട് സംഗ്രഹിച്ചിട്ട് അവരത് കണ്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് ലോകക്കാരുടെ മനുഷ്യർ. അതുപോലെ നമ്മൾ കേട്ട വചനങ്ങൾ, നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ കേട്ട വചനം, സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച അന്ന് മുതൽ നമ്മൾ കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദേവദാസൻ പറഞ്ഞ വചനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ശതമാനം എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. ബൈബിളിൽ നിന്ന് എടുത്ത് വായിക്കാതെ അത് പറയാനായിട്ടൊരു മഹാകൃപ കർത്താവ് എനിക്ക് തന്നു എന്നാ തോന്നണേ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. സ്വന്തം കാരണം ആ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെച്ചിരിക്കുക. പുതിയ നിയമത്തിലെ വചനം എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഹൃദയത്തിൽ എഴുതിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി. നിങ്ങളൊരു ശുശ്രൂഷകൻ നിർമ്മലമായ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളത് കേട്ടാൽ അത് ഹൃദയത്തിൽ കരുതി വെച്ചാലുള്ള ഗുണമെന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കഷ്ടതയുടെ തീച്ചുളയിൽ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ വേളകളിൽ ആ വചനം നിങ്ങളെ ജയോത്സവമായി നടത്തും. കാരണം എന്താ? ഹൃദയത്തിൽ വചനം ഇരിക്കുക. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ദുഷ്ടനായ സാത്താൻ്റെ തീയമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ അയക്കുമ്പോൾ ഈ വചനം എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാന്റെ സുവിശേഷം പറയുമ്പോൾ വചനം എന്തുവാ? ആദിയിൽ വചനം ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ദൈവമാകുന്ന വചനം, ഈ ദൈവമാകുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ തീച്ചുള സമാനമായ പ്രശ്നങ്ങളിൽ നമ്മളെ നടത്തുവാൻ ഈ വചനത്തിന് കഴിയും. വചനത്തിന് ശക്തിയുണ്ട്. എബ്രായർ 4:12 തോന്നുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും സത്യവചകളെയും വേർപിടിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ചിന്തകളെയും. അപ്പം ഈ വചനം നമ്മുടെ ഹൃദയത്തിലോട്ട് പ്രവേശിച്ചാൽ അരുതാത്തതൊക്കെ അങ്ങോട്ട് മുറിച്ച് കളയും. ആവശ്യമില്ലാത്ത നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉരകളയും. നെഹമ്യാവ് ചെയ്തത് എന്താ? തൻപല്ലത്തും തോബിയാവും ആലയത്തിൽ കയറ്റി വെച്ചിരുന്ന അവൻ്റെ ചരക്ക് മുഴുവൻ നെഹമ്യാവ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വലിച്ച് ദൂരെ കളഞ്ഞിട്ട് ആലയത്തിൻ്റെ സ്വത്രം ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ ആലയം കൊണ്ട് നിറച്ചതുപോലെ ഈ ഹൃദയമെന്ന ആലയം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം വസിക്കുന്ന മന്ദിരമാകുന്ന ഈ ഹൃദയത്തെ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. അത് ഒഴുകിപ്പോകരുത്. അതാ ഇവിടെ പൗലോസ് പറയുന്നത്. കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഹല്ലേലൂയ. നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിയ വചനം. ഏതായി ദൂതന്മാർ എന്ന് പറയുന്നത്? പഴയ നിയമത്തിലെ ഭക്തന്മാർ പറഞ്ഞത്. സ്വത്രം. മോശ മുഖാന്തരം, ശലോമൻ മുഖാന്തരം, ദാവീദ് മുഖാന്തരം പഴയ നിയമത്തിലെ ഭക്തന്മാർ പറഞ്ഞ വചനങ്ങൾ. യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, വലിയ പ്രവാചകന്മാർ, ഹോശേ മുതൽ മലാഖി വരെ ചെറിയ പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാർ പറഞ്ഞ വചനങ്ങളൊക്കെയും സ്ഥിരമായിരുന്നു. ഒരാശയക്കുഴപ്പമുണ്ടാകാം. ഈ സ്ഥിരമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ അരുളപ്പാട് ലഭിച്ച ആ സമയം മുതൽ, ആ യുഗത്തിൻ്റെ ആരംഭം മുതൽ ആ യുഗം തീരുന്നത് വരെ ആ അരുളപ്പാട് അവർക്ക് സ്ഥിരമായി. ഇപ്പം ന്യായപ്രമാണം ലഭിച്ച മോശയുടെ കാലഘട്ടത്തിൽ ന്യായപ്രമാണം വിരചിതമായി.
ആ മോശയുടെ കാലത്ത് എഴുതിയ പ്രമാണം കർത്താവ് വന്നപ്പോൾ അത് നിലനിൽക്കുന്ന പ്രമാണം. ഒരു കുഷ്ഠരോഗി വന്ന് കർത്താവിനോട് എടുക്കുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക. കർത്താവിനെ തൊട്ട് ശുഭമാക്കി. ശുഭമായിട്ട് എന്തോ അപ്പുറത്ത് പോയത് പാട്ടും പാടി പ്രാർത്ഥിച്ച് ആരാധിക്കാനാണ് പറഞ്ഞത്. എന്താ പറഞ്ഞു? പുരോഹിതനടുക്ക പോയിട്ട് മോശ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് പോയാൽ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഓരോ യുഗങ്ങളിലും ഇത് ഡിസ്പെൻസേഷൻ പഠനം വളരെ ശ്രദ്ധയാണ്. ഓരോ യുഗങ്ങളിൽ ആ പ്രാരംഭ യുഗം തുടങ്ങുന്ന സമയം മുതൽ ആ യുഗം അവസാനിക്കുന്നവരെ ആ പ്രമാണമാണ് ദൈവം നോക്കുന്നത്. അത് വെച്ചാൽ മനുഷ്യൻ ന്യായം വിധിക്കുന്നത്. മനസാക്ഷി യുഗത്തിൽ മനസാക്ഷി പ്രമാണം വെച്ച, കൃപായുഗത്തിൽ കൃപായുടെ പ്രമാണം വെച്ച. കൃപായുഗത്തിലെ പ്രമാണം എന്താ? ഒറ്റ നോട്ടത്തിലെന്ന് പറഞ്ഞേ പറഞ്ഞോ. അല്ല കൃപായുഗത്തിലെ പ്രമാണം എന്താ പറഞ്ഞ്? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന ഒരു സിസ്റ്റമാണ് അല്ലേ കൃപായുഗത്തിൽ. ന്യായപ്രമാണത്തിലോ? ന്യായപ്രമാണത്തിൽ കിടന്നവരല്ലേ. അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല. സങ്കീർത്തനം 50:5 വായിച്ചു നോക്കിയേ. സങ്കീർത്തനം 50:5. ഇതൊക്കെ വളരെ കുറിപ്പെട്ട പഠനങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധേയമായ പഠനങ്ങളാണ്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞാൻ കഴിച്ച് ദൈവം ചെയ്താൽ മതി. ഏത് കുരുത്തക്കേടും കാണിക്കാം, ഏത് വേലിയും ചാടാം, ഒരു കുഴപ്പമില്ല. വല്ലവൻ്റെ വെട്ടിത്തീടിക്കുക, താഴ്ച മാറ്റിയും ജാതിയും ഒക്കെ നടത്താം. പന്തൽ കെട്ടി ഒരു 3 ലക്ഷം രൂപ കൊടുക്കാണ്ടെന്ന് പുതിയ നിയമ ഭക്തന്മാരെ കുറിച്ച് ഒരു രക്ഷിക്കപ്പെടാത്ത ഒരുത്തം വന്ന് ഇതിൽ കമൻറ്റ് ചെയ്തേക്കും. ഫോണിൽ പുള്ളിപ്പരസ്യം ചെയ്തേക്കുക. ഇല്ല സ്ഥലത്ത് കൺവെൻഷൻ നടത്തി 6 ലക്ഷം രൂപയ്ക്ക് കൺവെൻഷൻ പന്തൽ ഞങ്ങൾ പറഞ്ഞ് ഒത്തിട്ട് ഞങ്ങൾക്ക് 3 ലക്ഷം തന്നിട്ടുള്ളൂ. 3 ലക്ഷം ആര് തരും? കാശും കൊണ്ട് ആര് പോയി? സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും എല്ലാം കാശും കൊണ്ട് പോയി. ഇവൻ കിടന്ന് കംപ്ലയിൻറ്റ് ചെയ്യുക. എന്ത് നാണക്കേടാണിത്? നമ്മളിത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമം. എന്ത് വിഷമം? നമ്മുടെ സമൂഹത്തിലുള്ള ആ പുഴുക്കുത്ത് ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കണ്ടേ? ലോകത്തിലെ ജാതികൾ കാൺകത്തക്കിൽ വലിയ കൺവെൻഷൻ നടത്തി പന്തൽ കെട്ടി സ്വത്രം 6 ലക്ഷം രൂപയ്ക്ക് പന്തലോടെയിട്ട് 3 ലക്ഷം രൂപ 3 ലക്ഷം എൻ്റെ തന്നെ അവർ പറ്റിച്ച് അവർ വിധിച്ചെടുത്തു. അവൻ ചുമ്മാ ഇരിക്കുമോ? അവൻ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അടിച്ച് പാർത്തി. ഞാനത് കണ്ടതാ. എൻ്റെ ഹൃദയം നൊന്തുപോയി. കാരണം എൻ്റെ സമൂഹമല്ലേ പെന്തക്കോസ് എന്ന് പറയുമ്പോൾ. ഞാനിപ്പോൾ അതുകൊണ്ട് തിരുത്തി പറയാനുള്ളൂ. ഞാൻ ദൈവസഭ എന്ന് പറയാനുള്ളൂ. കാരണം ഈ തിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പെടത്തില്ല. ഞാൻ ദൈവസഭ കാണാം. പെന്തക്കോസ് ആരത്തില്ല. പെന്തക്കോസ് ആരംഭം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമുക്കിതൊന്നും കാണിക്കാൻ പാടില്ല പ്രിയമുള്ളവരെ. അപ്പോൾ ഓരോ യുഗത്തിലും ഓരോ പ്രമാണം അനുസരിച്ച് ജീവിക്കണം. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിനെന്ന് ഒരു കാലഘട്ടത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന. കാര്യം ഈ വല്ല ചുക്കും മണ്ണാങ്കട്ട് അറിഞ്ഞിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ വചനം പഠിപ്പിച്ച ദേവദാസന്മാർ പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ യാഗം കഴിച്ചെന്ന് ചോദിച്ചു. ഞാൻ യാഗമൊന്നും കഴിച്ചു. ഇവിടെ സഹോദരൻ, അത് കന്നുകാലികളെ കൊണ്ടുവന്ന് യാഗം കഴിച്ച് ആ രക്തച്ചൊരിച്ചിലോടുകൂടി സ്വത്രം ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത ആ വിഷയത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാർ, ന്യായപ്രമാണത്തിലെ ഭക്തന്മാർ, അവരെ എൻ്റെ അടുക്കൽ കൂട്ടും. കർത്താവ് അവരെ കൂട്ടും. യാഗം കഴിച്ച് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരുന്ന അവർക്ക് പോകാം. നമ്മുടെ യാഗം എന്താ? ഇനി അത് ചിന്തിക്കണമല്ലോ. നമ്മുടെ യാഗം എന്താ? ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 12 വേർഡ്സ് 1-2 വായിച്ചേ. സൗരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള, അതാണ് യാഗം. സാക്രിഫൈ അതാണ്. പുതിയ നിയമ യാഗം അതാന്നേ. നമ്മുടെ യാഗം ന്യായപ്രമാണത്തിലെ യാഗമാണെങ്കിൽ ഞങ്ങളുടെ കാറിലൊരു കുന്നുകുട്ടിയൊക്കെ കൊണ്ടാവുണ്ടായിരുന്നു. കാരണം ഇവിടെ കൊണ്ടുവന്ന് യാഗം കഴിച്ച് നമുക്കതിനെ പറത്ത് പോകാമായിരുന്നല്ലേ. അതൊക്കെ എൻ്റെ ആവശ്യമില്ല. നമ്മുടെ യാഗം ആത്മീകം, അവരുടെ ആക്ഷരീകം. രണ്ടാമത്തെ നിയമം ഇടവല്ലേഷിക്കുകയല്ലായിരുന്നു. അവരുടെ യാഗം ആക്ഷരീകം, നമ്മുടെ ആത്മീകം. അവരുടെ കൂടാരം സാദൃശ കൂടാരം, നമ്മുടെ ശരിയായ കൂടാരം. എബ്രായർ 10:1 വായിക്കാം. 10:1. ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരണ ഉള്ളതുകൊണ്ട് പറയാം. 10:1. ഷാഡയാണ് ന്യായപ്രമാണം, നിഴലാണ്. കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക. 9-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ന്യായപ്രമാണം ജഡീക ശുദ്ധീകരണം. ന്യായപ്രമാണം ജഡീക ശുദ്ധീകരണം. ന്യായപ്രമാണം ജഡീക നിയമം.
ഉണ്ടോ പുസ്തകത്തിലേ? ഉണ്ടോ? ഉണ്ടോ? പാസ്റ്റർ പറഞ്ഞുണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് സമാനമായി. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോസ്റ്റായിട്ട് വരും. ജഡീക നിയമം, ജഡീക ശുദ്ധീകരണം, വരുവാനുള്ള നന്മയുടെ നിഴലിൻ്റെ പിറകെ പോകല്ലേ. നിഴലൊക്കെ തീർന്നു, പൊരുൾ വന്നു. ന്യായപ്രമാണം, ശിശുപാലകൻ, ഇതൊക്കെ പറയാതിരിക്കുന്ന എങ്ങനെ? യോഹന്നാൻ വരെ. ഇപ്പം നമുക്ക് ന്യായപ്രമാണത്തിന് പ്രസംഗിച്ചില്ലെങ്കിൽ ഉറക്കമില്ല ജോസഫ് പാസ്റ്ററെ, ഉറക്കം കിട്ടത്തില്ല അവർക്ക്. ഇത് പ്രസംഗിക്കണം. കാര്യം ഇത് പ്രസംഗിച്ചാലേ 10 ചക്രം തടയുള്ളൂ. മറ്റേ പ്രസംഗിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും അടി കിട്ടണം, ചുട്ട അടി കിട്ടും. ഇവിടെ കണ്ട ഒരാൾ ഒരു കൂട്ടർ പരസ്യവും നടത്തി. ഞങ്ങളുടെ കൂടെയുള്ള ജോസ് പാസ്റ്റർ വന്നു. ഈ മാറി നിന്ന് നോക്കിക്കൊണ്ടിരുന്ന പരസ്യമൊക്കെ ഇവർ ഈ മദ്യനിരോധന ഇതിലൊക്കെ പറഞ്ഞിരിക്കുക. പുള്ളി ആ മൈക്കിങ് തരാൻ പറഞ്ഞു. പുള്ളി പോയിട്ട് മൈക്ക് പഠിച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും ഒക്കെ ശക്തിയുള്ള പ്രസംഗം ഇവരെല്ലാം ഓടി വണ്ടി കയറുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അടിയിട്ടു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പ്രസംഗിച്ച് മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പ്രസംഗം ആരസാരം പറയും. അപ്പം ഞങ്ങൾക്ക് രക്ഷയില്ലേ? രക്ഷയില്ലെന്ന് വേദോസം പറയുന്നത്. എന്നാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 2 തരം മേടിച്ചുകൊണ്ട് പോകണം. അല്ല, എന്താ അങ്ങനെയല്ല അവർ ചെയ്തത്? അവരങ്ങനെയല്ലേ മേടിച്ചുകൊണ്ട് പോയത്? അവർ അടി കൊണ്ടില്ലേ? പ്രവൃത്തി 4 വായിച്ച് പഠിച്ചു നോക്കിയോ. അടി കൊണ്ടിട്ട് അവർ സന്തോഷത്തോടെ പോയെന്ന് എഴുതിയിരിക്കുന്നത്. അയ്യോ ഞങ്ങൾ അടിച്ചതെന്ന് പറഞ്ഞ് കാറിയല്ല പോണത്. സന്തോഷത്തോടെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി അപ്പുറത്ത് പോയി പ്രസംഗിക്കുക. അവിടെയും വന്ന് അടിച്ചപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയി പ്രസംഗിക്കുക. ഇവിടെ ഇന്നാളെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, പരസ്യവും പ്രസംഗിക്കാനായിട്ട് 3-4 സഹോദരന്മാർ വന്നു. അവിടെ CTTൻ്റെ ആൾക്കാരോ RSS ആരാണ്ടോ ഒക്കെ വന്നിട്ട് പറഞ്ഞു ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല. അപ്പോൾ ഇവർ പറയുക എന്തുകൊണ്ട് പ്രസംഗിച്ചോളാം? അവരെ തല്ലാൻ പോവുക. ഞാൻ ചോദിച്ചു ഇതെന്തൊരു പണിയിടാതിരിക്കണം. ഇവർ ശിഷ്യന്മാർ ഇവിടെ നിന്ന് ഓടിച്ചപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയി അപ്പുറത്ത് പോയി പ്രസംഗിച്ചു. ഇവർ ചോദിക്കുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നു മതസ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ ബൈലോ 27 നിയമം അങ്ങോട്ട് പഠിപ്പിക്കുക അവർ. അതൊക്കെ അവിടെ കിടക്കും, കളഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞവർ. സഹോദരൻ, നമ്മൾ കാലിലെ പൊടിയും തട്ടിക്കളഞ്ഞ് പോകാനേ പ്രമാണമുള്ളൂ. അങ്ങനെ വ്യവസ്ഥ എഴുതിയേക്കുന്നേ. അവരോട് വഴക്കുണ്ടാക്കി, ബഹളമുണ്ടാക്കി, ദൈവകൃപ മുഴുവൻ നഷ്ടപ്പെടുത്തി. ഞാൻ സാധാരണ പറയാറുണ്ട്, എന്ത് പറയണമെന്നറിയാത്തവൻ എന്തും പറയും, എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യും. അപ്പം അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, എന്ത് പറയണം എന്ത് ചെയ്യണമെന്നുള്ളത് ഈ പുസ്തകം ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുക. സ്വത്രം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ നമ്മൾ സ്വത്രം സുവിശേഷത്തെ ഡൗലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനതിനോട് യോജിക്കുന്നില്ല. ആരൊക്കെ യോജിച്ചാലും മദ്യപാനം പാടില്ല, മയക്കുമരുന്ന് പാടില്ല. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥമായി കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് മാനസാന്തരപ്പെട്ടവനോട് മദ്യപിക്കരുതെന്ന് നമ്മൾ പറയണോ സിസ്റ്ററെ? അവൻ അപ്പം കുപ്പിയൊക്കെ ദൂരെ കളയും. ഞങ്ങളുടെ ഉപദേഷ്ടാവ് മദ്യത്തിൻ്റെ ഒരു എന്താ പറയുക, പുള്ളി അതിൻ്റെ ശിലാകേന്ദ്രമായിരുന്നു, പട്ടാളക്കാരനായിരുന്നു, ഉണ്ടയായിരുന്നു പുള്ളി. പുള്ളിയുടെ വീട്ടിലിങ്ങനെ കുടങ്ങളിങ്ങനെ നിരത്തി വെച്ചേക്കുന്നു. ഒരു സമയത്ത് പുള്ളി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ആദ്യം ഒരു വടിയായിട്ട് ഇങ്ങോട്ട് കുടം തല്ലി പൊടിക്കൽ, നമ്മുടെ നായരിമ്മയുടെ പുസ്തകത്തിൽ കുടം പൊട്ടിക്കൽ പോലെ എല്ലാത്തിനും ആടിച്ച് പൊട്ടിച്ച് എല്ലാം കൊണ്ടൊന്ന് ദൂരെ കളഞ്ഞു. അവർ ചോദിച്ചു ജോർജ് കുട്ടി മാനസാന്തരപ്പെട്ടു. അതേ, വീണ്ടും ജനനം പ്രാപിച്ചവനോട് മദ്യപിക്കണ്ട, നീ കഞ്ചാവ് വലിക്കണ്ട, നീ MDMA അടിക്കണ്ട, ഒന്നും പറയണ്ട. അവൻ്റെ ഉള്ളിൽ ഒരു റാഡിക്കൽ ചേഞ്ച് വന്നാൽ അവനതെല്ലാം താനെ കളഞ്ഞോളും. നമ്മളിപ്പോൾ സുവിശേഷത്തെ ഒരു മറയാക്കി മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നും പറഞ്ഞ് എല്ലായിടത്തും സ്വതന്ത്രം പോസ്റ്ററൊക്കെ ഒടിവെട്ടിച്ച് പ്രസംഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അത് സഭയെ കൊണ്ടുവന്ന് പ്രസംഗിക്കും മദ്യപാനി ദൈവരാജ്യ അവകാശം. പാസ്റ്റർമാർ മദ്യപിക്കുന്നവരുണ്ടെന്നാണ് എന്നോട് പലരും വ്യക്തമായിട്ട്, പേരും പ്രസ്ഥാനമൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം സൂപ്പറായിട്ട് അടിച്ച് കിറങ്ങിക്കിടക്കുന്ന പാസ്റ്റർമാരുണ്ടെന്ന് ഒരു സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല. പക്ഷെ പറഞ്ഞ പുള്ളി വിശ്വസനായതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. പോട്ടെ, ഞാൻ ആ വിഷയത്തിൽ നിന്ന് തെന്നിമാറി വിഷയത്തിലേക്ക് വരട്ടെ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടണം ഈ വചനം. അതാ ഇവിടെ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോയിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അടുത്ത വാക്യം വായിക്കാം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോ യുഗങ്ങളിലും ദൂതന്മാരെന്ന് പറയുന്നത് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു. പുതിയ നിയമസഭയിലെ പാസ്റ്റർമാരും സഭയുടെ ദൂതന്മാരെന്ന് പറയുന്നുണ്ട്. പൗലോസ് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം ഓരോ യുഗങ്ങളിലും ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് അരുളി ചെയ്ത വചനം ആ യുഗത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അത് സ്ഥിരമായിരിക്കുക, മാറ്റപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് കുഷ്ഠരോഗിയോട് പറഞ്ഞത് നീ പോയി മോശയെ കാണിച്ച് പുരോഹിതനെ കാണിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത്. ആ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത അത്
അവിടെ പറഞ്ഞ ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ, അങ്ങനെയില്ലേ, ന്യായമായ പ്രതിഫലം. അപ്പോൾ ഈ പ്രതിഫലം എന്ന് പറയുമ്പോൾ സാധാരണ ചിലർ തെറ്റിദ്ധരിക്കും, ഈ ഒനിയുടെ TV ഒക്കെ റിബണൊക്കെ കെട്ടിക്കൊണ്ട് ഓരോരുത്തർ കൊടുക്കില്ല പ്രതിഫലം, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കും. നല്ല ചുട്ട അടിയെക്കുറിച്ച് അവിടെ പറയണേ. ഏത് യുഗങ്ങളിലും ഏതെങ്കിലും പുരോഹിതന്മാരിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന ഏത് യുഗത്തിലെ ജനമാണ് അനുസരിക്കാതിരുന്നാൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കും ദൈവം. നമ്മൾ വരിക്കുന്നത് കൃപായുഗം, ഒരു കുഴപ്പമില്ല. നമ്മൾ കൃപായുഗത്തിൽ എന്താ വായിച്ചേ? എങ്ങനെയാ പ്രമാണം വായിച്ചത്? ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ, എല്ലാം പറയണം, വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലുമെന്നുണ്ടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ കഠിനമേറിയ, അങ്ങനെ പഠിക്കണം. അതാ ഇവിടെ പൗലോസ് പറയുന്നേ. ഈ എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ജാതികൾക്ക് ശിക്ഷയുണ്ട്, യഹൂദന്മാർക്ക് ശിക്ഷയുണ്ട്. ഓരോ യുഗങ്ങളിലും ദൈവം പ്രവാചകന്മാരുടെ ദൈവം കൊടുത്ത, ദൂതന്മാരായ പ്രവാചകന്മാരുടെ ദൈവം കൊടുത്ത പ്രമാണം അനുസരിക്കാത്തവർക്ക് ശിക്ഷയുണ്ടെന്ന് തന്നെയാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. ന്യായമായ പ്രതിഫലം. ചിലരെ കല്ലെറിഞ്ഞു കൊല്ലണം, ചിലരെ ചുട്ടുകളയണം, അല്ലേ? അങ്ങനെയൊക്കെ ഇല്ലേ? ചുട്ടുകളഞ്ഞിട്ടില്ലേ? ഇടയ്ക്കൊരു ഹിന്ദു സഹോദരൻ പറഞ്ഞു, പുതിയ നിയമം ഓക്കെ, പുള്ളി പറയുക, പഴയ നിയമം ഇത് വേദവത്വമാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളി ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ കൊലപാതകവും പിടിച്ചുപറിയും ബലാത്സംഗവും പീഡനങ്ങളും മറ്റത് യാക്കോബിൻ്റെ കൊച്ചിനെ ആരാണ്ട് കൊണ്ടേ പീഡിപ്പിക്കും, അവനെല്ലാം കൂടി ഇപ്പോൾ എല്ലാത്തിനെയും കൊന്ന് അടിച്ചോണ്ട് വരിക. എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കും? സ്വത്രം. അത് ആ നിലയിൽ നമ്മൾ പഠിക്കണം. മറ്റുള്ള അതുകൊണ്ടാണ് ഞാൻ സാധാരണ പറയുന്നത്, രക്ഷിക്കപ്പെട്ട് വരുന്നവനെ അതിന് ഈ ന്യായപ്രമാണം പറഞ്ഞു വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പിന്നീട് പഠിപ്പിക്കാൻ മതി. കാര്യങ്ങൾ പിന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ആദ്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക. ആദ്യം പഠിപ്പിക്കേണ്ട വാക്യം സാധാരണ പാസ്റ്റർമാർ പറയുന്ന ഇതാ: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ തൊക്കുന്ന ലോകത്തെ. അപ്പം ദൈവം നിന്നെ സ്നേഹിച്ചു സഹോദര, എന്നെ നിന്നെ സ്നേഹിച്ചു, രക്തം തന്ന് സ്നേഹിച്ചു. അങ്ങനെ സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുക. ലോകരക്ഷിതാവായ ക്രിസ്തു, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഇതാണ് ഗോസ്പൽ. അത് പ്രസംഗിച്ച് കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനത്തിലേക്ക് നടത്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്കും നടത്തി, കർത്താവ് പഠിപ്പിച്ച വചനങ്ങൾ അവനെ പഠിപ്പിച്ച് കർത്താവിൻ്റെ ശിഷ്യനാക്കണം. ഇപ്പം പഠിപ്പിച്ച് അവരവരുടെ ശിഷ്യന്മാരാണ്. ഞങ്ങളെ വചനം പഠിപ്പിച്ച അപ്പച്ചനുണ്ട്, അപ്പച്ചൻ്റെ ശിഷ്യന്മാരെന്ന് നിങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ ശിഷ്യന്മാരാണ്? കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. എന്നാൽ ഞങ്ങൾക്കൊരു ഗുരു ഉണ്ടായി എന്നുള്ളത് വേറെ വിഷയം. അതെവിടെ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. ഒരു ഗുരുകുല വിദ്യാഭ്യാസം നടന്ന കാലഘട്ടത്തിൽ 650 നാട്ടുരാജാക്കന്മാർ ഭരിച്ച നമ്മുടെ രാജ്യമാണ് ഈ ഇന്ത്യ രാജ്യം. 680 സ്വതന്ത്രം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ക് മാറിപ്പോവാം. നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭരണമൊക്കെ മാറിക്കഴിഞ്ഞ് അവസാനം ഗുരുകുല സമ്പ്രദായം വന്നു. ഗുരുകുല സമ്പ്രദായം, ഗുരുവിൻ്റെ കൂടെ നിന്ന് പഠിക്കുക, വീട്ടിൽ നിന്ന് പഠിക്കുക. അതുപോലെ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചവരാ ഈ ശിഷ്യന്മാരെ. കർത്താവിൻ്റെ കൂടെ നടന്ന് പഠിച്ചവരാ. വിശന്നപ്പോൾ കതിര് പറിച്ച് തിന്നവരാ. അപ്പം നുറുക്കിയപ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചപ്പോഴാണ്, എൻ്റെ ഭാഷയാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ, അന്ത്രോസൊക്കെ നന്നായിട്ട് ഭക്ഷിച്ചത് ഈ അപ്പം നുറുക്കി വിഭാഗിച്ചു കൊടുത്തപ്പോഴാണ് അവർ നന്നായിട്ട് പഠിച്ചത്. ബാക്കി സമയത്തൊക്കെ വിശന്നിട്ട് കതിര് പറിച്ച് തിന്നു. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് തിന്നുന്നത്? കിൻഡി ചിക്കൻ, ഏതാ ആകവാലിൻ്റെ വാദത്തിൽ പഠിച്ചു. സ്വത്രം. അതെ, പൗലോസിന് ന്യായപ്രമാണമൊക്കെ വാദത്തിൽ പഠിച്ചു. ക്രിസ്തുവിനെ പഠിച്ചത് ക്രിസ്തുവിൻ്റെ വാദപടത്തിലിരുന്ന്. സ്വത്രം. അങ്ങനെ കഷ്ടത. ഈ 1 കൊരിന്ത്യ ലേഖനം 4 ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഈ 4 വരെ നിങ്ങൾ വിശന്നും ദാഹിച്ചു, കുടിപ്പാനില്ല, ഉടുക്കാനില്ല, ഒത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെ നിങ്ങൾ ജീവിച്ചു. ഇപ്പം നമ്മളങ്ങനെ വല്ലതും ജീവിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അങ്ങനെ ജീവിച്ചു. നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമുക്കിഷ്ടമുള്ള ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ കയറിലോട്ട് പിള്ളേരെല്ലാം കൂടി പറക്കിയിട്ടിട്ട് നേരെ പോവുക ഹോട്ടലിൽ. അവിടെ പോയിട്ട് ആവശ്യമുള്ള മേടിച്ച് കഴിച്ചോ. കാർഡ് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? പ്ലഗ് ചെയ്ത് ആവശ്യം കൊടുത്തിട്ട് പോവുക. ഇപ്പം തീരാൻ പോവായത്. ഞാൻ ഈ ദിവസങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. മറ്റവൻ യദുക്രിസ്തുവിൻ്റെ ഭരണം വരാൻ നേരത്ത് കാർഡ് കൊണ്ടുവന്ന് ഇങ്ങനെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ഇങ്ങോട്ട് തള്ളിപ്പോയി. ഇതെന്താ ഈ തള്ളിപ്പോരുന്നു?
കാശ് കിട്ടുന്നില്ലല്ലോ. ഗൂഗിളിൽ അടിച്ചടിച്ച് ഞെക്കി ഞെക്കി അച്ഛൻ്റെ വിരൽ പോവുക, പണം പോകുന്നില്ല, ട്രാൻസ്ഫർ ആവുന്നില്ല. എന്തു പറ്റി? പറ അച്ഛാ, എന്താ പറ്റി? യെദുക്രിസ്തു ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എക്കണോമി അവൻ്റെ കയ്യിലോട്ട് പോകും. കാശിന് വകയില്ലാതെ പെന്തക്കോസുകാർ വെള്ളം കുടിക്കാതെ വെള്ളം ഇറങ്ങാതെ ചാകാൻ പോവുക. എഴുതി വെച്ചോ വേണമെങ്കിൽ, അതിന് തെളിവുകൾ നിർത്തിത്തരാം വചനത്തിലൂടെ. സ്തോത്രം. യെദുക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ തുടങ്ങിയാൽ, ദൈവസഭ മാറ്റപ്പെട്ടാൽ, അതുകൊണ്ട് ഇത് ശക്തിയോടെ പറയുന്നത്, നമ്മൾ ആരും ഇവിടെ കിടക്കരുത്, കർത്താവിൻ്റെ ഒരു പൊക്കോണം. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ മറ്റവൻ വരും. മറ്റവൻ വന്നു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ മരണം കൊതിക്കും. ആ ഭാഗം കൊടുത്തൊന്ന് വായിച്ചേ. വിഷയം തീരുന്നില്ല, പിന്നെയും കയറി കയറി വരിക. എനിക്കറിയില്ല എന്താണ്. 9-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ മരണം കൊതിക്കും. 6-ാം വാക്യം വായിച്ചോ. അടുത്ത മതി, മരണം അവരെ വിട്ടുപോകും. എടാ, യെദുക്രിസ്തുവിന്റെ ഭരണകാലത്ത് മരിക്കാൻ കൊതിക്കുമെന്ന്. ഒരു ബിരിയാണി തിന്നാനായിട്ട് നമുക്ക് കൊതി ഉണ്ടാവില്ലേ? അത് എന്ന പോലെ മരിക്കാനായിട്ട് കൊതിക്കുമെന്ന്. ഒന്ന് ചത്തു കിട്ടിയാൽ മതി ദൈവമേ. മരണം അന്വേഷിക്കും. അത് കാരണം ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത പോലെ. യെദുക്രിസ്തുവിൻ്റെ ക്ലാസ് എടുക്കാനുണ്ട്, ഞാനത് ഐ എം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കാൻ. സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തതുപോലുള്ള ക്രൈസിസ് വന്ന് നമ്മളെ ഞെരുക്കി. കാരണം വിശ്വാസികളായിട്ടുള്ളവർ കൈവിടപ്പെട്ടു പോകുമ്പോൾ അവർക്ക് കൂടുതൽ പീഡയാണ്, കൂടുതൽ പ്രശ്നമാണ്, കൂടുതൽ സങ്കീർണമാണ്. അവരുടെ മനസ്സ് വല്ലാതെ പതറും. എങ്ങനെയെങ്കിലും ഒന്ന് ചത്തുകളയാം, എങ്ങനെയെങ്കിലും ഒന്ന് സ്തോത്രം ജീവിതം നശിപ്പിക്കാം. നടക്കില്ല. വിശന്നിട്ട് ആഹാരം കഴിക്കാനായിട്ട് ബാങ്കിൽ കയറി കാർഡ് പ്ലഗ് ചെയ്താൽ കാശ് കിട്ടത്തില്ല, കാർഡ് തള്ളിപ്പോരും. ഗൂഗിള് ഞാനും അച്ഛനും കൂടി ഉണ്ടെന്ന് വെച്ചോ, ഞങ്ങൾ രണ്ടുപേരും കൈവിടപ്പെട്ടു പോയെന്ന് വെച്ചോ, കുറച്ച് കാശ് വേണം അച്ഛാ എനിക്ക് താന്ന് പറഞ്ഞാൽ പുള്ളി ഗൂഗിൾ എടുത്ത് ഇങ്ങനെ എല്ലാം നേരത്ത് പോകുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. എക്കണോമി മുഴുവൻ അവൻ്റെ കയ്യിലായി. നിയമം മാറ്റി എഴുതും. വായിച്ചിട്ടുണ്ടോ? ഭരണം നിയമം മാറ്റും സാത്താൻ. യെദുക്രിസ്തു ഇന്ന് കാണുന്ന ഈ ഓരോ ഗവൺമെൻറ് ഭരിക്കുന്ന ഈ എക്കണോമി, ഈ ഭരണ സംവിധാനങ്ങൾ കംപ്ലീറ്റ് മാറിയിട്ട് അവൻ്റെ അണ്ടറിലാവും ഭരണം. വെളിപ്പാട് പുസ്തകമാണെന്ന് തോന്നുന്നു. എതിർവായിക്ക് തിരുവായിക്ക് എതിർവായില്ല. ഇന്നിപ്പോൾ മോദിയെ നമ്മൾ ചീത്ത പറയുന്നു, സതീശനെ ചീത്ത പറയുന്നു, പിണറായിയെ ചീത്ത പറയുന്നു. അന്ന് യെദുക്രിസ്തുവിനെ ചീത്ത പറഞ്ഞാൽ ആ പറഞ്ഞ് കഴിയുന്ന സമയത്ത് അവൻ സ്പിരിറ്റാണ്, അവനത് മനസ്സിലാക്കും. അവൻ്റെ പടയാളികൾ വരും, അവനെ പൊക്കിയെടുത്തുകൊണ്ട് പോകും. ഞാനിങ്ങനെയാണ് കേട്ടത്. പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ട് ഒരു യന്ത്രത്തിലൂടെ കയറ്റി വിട്ടു കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിലുണ്ടത്, ഹാർട്ട് വേറെ, ലിവർ വേറെ, പിന്നെ കിഡ്നി വേറെ, അവൻ വെച്ച് പുട്ടടിക്കും നമ്മളെ. പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് ഞാനിതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്ന് അങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. എനിക്ക് പഠിച്ച് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നിയോഗം തരുമ്പോഴേ അത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയൊരു വിവരണമായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. യെദുക്രിസ്തു വന്നാൽ നമുക്ക് ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. മരണം കൊതിക്കും, മരണം അന്വേഷിക്കും. മരണം കൊതിക്കുക, മരണം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായില്ലേ? നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതി വന്നില്ലേ? അതാണ് യെദുക്രിസ്തുവിൻ്റെ കാലം. മലകളെ, പാറകളെ ഞങ്ങളുടെ മേൽ ഞങ്ങളെ വന്ന് മൂടുവിൻ എന്ന് പറയുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ച് പറയുകയാണ് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, എല്ലാം പോവും, എല്ലാം ക്ലോസ് ആവും, കംപ്ലീറ്റ് എല്ലാം പോവും. എൻ്റെ പൊന്നു സഹോദര, ദാഹിച്ച വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മനസ്സിലായോ? ഇഷ്ടഭോജനമൊക്കെ ഇപ്പൊ കഴിച്ചോണം. കയ്യിൽ കാശുണ്ടെങ്കിലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നല്ലോണം പഠിച്ച് സന്തോഷമായിട്ട് കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരുന്നോ. വെള്ളമിറങ്ങാതെ ചാകാൻ പോവാ എല്ലാവരും. എനിക്കിത് പറയാൻ വലിയ ധൈര്യമുണ്ട്. കാരണം ഞാൻ അത്രത്തോളം ഈ വചനം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവഭയം എൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. ആര് നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള ചിന്തയോടെയാണ് ഞാൻ ഇത്ര രൂക്ഷമായിട്ട് ഈ വിഷയം ഞാൻ പറയുന്നത്. ആരും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ രക്ഷിക്കപ്പെട്ടതും, നമ്മൾ സ്നാനപ്പെട്ടതും, നമ്മൾ പരിശുദ്ധാംശം പ്രാപിച്ചതും, നമ്മൾ കുടുംബത്തിൽ നിന്ന്, കത്തോലിക്ക കുടുംബം ഇറങ്ങി വന്നു, ഹിന്ദുമാർക്കിൽ നിന്ന് ഇറങ്ങി വന്നു, പീഡ അനുഭവിക്കുന്ന സഹോദരൻ ഇറങ്ങി വന്നു, പല ജാതി മതസ്ഥരായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ചിട്ട് അവസാനം യെദുക്രിസ്തുവിൻ്റെ കാലത്ത് കിടന്ന് വെള്ളം ഇറങ്ങാതെ ചാവുക എന്ന് പറഞ്ഞാൽ എത്ര സങ്കടകരമാണത്, എത്ര ഭീകരമായിരിക്കും. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. സ്തോത്രം. ഏത് യുഗങ്ങളിൽപ്പെട്ടവർക്കും
അവരവരുടെ ആ ദൂതന്മാർ കൊടുത്ത പ്രമാണം അനുസരിക്കാത്തവർക്ക് ശിക്ഷയുണ്ടെന്നാണ് പൗലൂസ് പഠിപ്പിച്ചു വരുന്നത്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അവർക്കുള്ള ശിക്ഷ സ്വർഗത്തിലെ ദൈവം ഏത് ക്രിസ്തുവിലൂടെയാണ് കൊടുക്കുന്നത്. അതാണ് എൻ്റെ പ്രത്യേകത. ഏത് ക്രിസ്തുവിനെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം സുവിശേഷം കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് വന്നിട്ട് ഉപദേശം കേട്ടിട്ട് ഈ ഉപദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പൊക്കോളാം എന്ന് പറയുന്നവർ ഏത് ക്രിസ്തുവിൻ്റെ കയ്യിലോട്ട് സാത്താൻ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അതാ ഇവിടെ പൗലൂസ് പറയുന്നത്, സ്തോത്രം, ആ വാക്യം ഒന്നുകൂടി വായിക്കും, ന്യായമായ പ്രതിഫലം ലഭിച്ചു.